ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഓൺ ദി സ്പോട്ടിൽ നമ്മൾ പറയാറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പം അവൾ ബസ് കാത്തിരിക്കുകയാണ്, അവൻ പോകാൻ റെഡി ആകുകയാണ്, ഞാൻ വായിക്കാനിരിക്കുകയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സ്പോട്ടിൽ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെയുള്ള ചില ഡെയിലി ലൈഫ് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് അവൾ ബസ് കാത്തിരിക്കുകയാണ്. ഇവിടെ അവൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എങ്ങനെ പറയാ, ഈ ചെയ്യുന്ന സമയമാണ് നമ്മൾ പറയുന്നത്. സോ ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അല്ലേ, ബസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഫോർ എന്ന് നമ്മൾ യൂസ് ചെയ്തു. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. പിന്നെ ഈസാറ വരുന്ന സമയത്ത് വെർബ് ing ഫോമിലാണല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അവൾ ബസ്സിന് കാത്തിരിക്കുകയാണ്. അവൻ പോകാൻ റെഡി ആവുകയാണ്. അവൻ പോകാൻ റെഡി ആവുകയാണ് ചെയ്യുന്ന ആ ഒരു നിമിഷമാണ് പറയുന്നത്. സോ ഹി ഈസ് ഗെറ്റിംഗ് റെഡി ടു ഗോ. ഹി ഈസ് ഗെറ്റിംഗ് റെഡി ടു ഗോ. അവൻ പോകാൻ റെഡി ആവുകയാണ്. ഇനി ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുക ഇൻവൈറ്റ് എന്നാണല്ലോ. ഞങ്ങൾ എന്നുള്ള സബ്ജക്റ്റ് പ്ലൂറൽ ആയത് കൊണ്ട് തന്നെ വി ആർ ഇൻവൈറ്റിംഗ് എവ്രിവൺ. അല്ലേ, എവ്രിവൺ എല്ലാവരെയും. അപ്പം വി ആർ ഇൻവൈറ്റിംഗ് എവ്രിവൺ, ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഉത്തരം എഴുതുകയാണ്. അല്ലെ, എല്ലാവരും ഉത്തരം എഴുതുകയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. എല്ലാവരും അല്ലെങ്കിൽ എല്ലാവരും എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് നമ്മൾ ഓക്സിലറി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ഉത്തരം എഴുതുകയാണ്. എവ്രിവൺ ഈസ് റൈറ്റിംഗ് ദ ആൻസർ. എവ്രിവൺ ഈസ് ആണ് വേണ്ടത്. എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. എവ്രിവൺ ഈസ് റൈറ്റിംഗ് ദ ആൻസർ. എല്ലാവരും ഉത്തരം എഴുതുകയാണ്. അവർ ഹോസ്പിറ്റൽ അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റൽ തിരയുകയാണെന്ന് പറയുകയാണെങ്കിലോ ഇങ്ങനെയുള്ള സെന്റൻസ് ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് ലുക്ക് ഫോർ അല്ലെങ്കിൽ ലുക്ക് അറ്റ് എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് ലുക്ക് ഫോർ ആണ്. കാരണം എന്താണ്, നമ്മൾ അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ തിരയാണ് അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലുക്ക് അറ്റും ലുക്ക് ഫോറും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ താഴെ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ അവർ ഹോസ്പിറ്റൽ തിരയുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ ദ ഹോസ്പിറ്റൽ. അല്ലെ, ദേ ആർ ലുക്കിംഗ് ഫോർ ദ ഹോസ്പിറ്റൽ. അവർ ഹോസ്പിറ്റൽ തിരയുകയാണ്. ഞാൻ അവളുടെ വീട് നോക്കുകയാണ്. ഞാൻ അവളുടെ വീട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് പറയണം? ഐ ആം ലുക്കിംഗ് അറ്റ് ഹർ ഹോം. ഐ ആം ലുക്കിംഗ് അറ്റ് ഹർ ഹോം. ഞാൻ അവളുടെ വീട് നോക്കുകയാണ്. അവളെ ചേച്ചി ശുശ്രൂഷിക്കുകയാണ്. അവളെ ചേച്ചി ശുശ്രൂഷിക്കുകയാണ്. ചേച്ചി ചേട്ടൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എൽഡർ സിസ്റ്റർ അല്ലെങ്കിൽ എൽഡർ ബ്രദർ എന്നൊക്കെ പറയാം. സിമ്പിൾ ആയിട്ട് നമുക്ക് സിസ്റ്റർ ബ്രദർ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. എന്നാലും നമ്മുടെ മൂത്ത ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കവിടെ എൽഡർ അല്ലെങ്കിൽ ഓൾഡർ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ പറയാ? അവളെ ചേച്ചി ശുശ്രൂഷിക്കുകയാണ്. ഹെർ എൽഡർ സിസ്റ്റർ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ. അല്ലേ, ടേക്കിംഗ് കെയർ. ഇവിടെ ടേക്കിംഗ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ശുശ്രൂഷിക്കുകയാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ ശുശ്രൂഷിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് ടേക്ക് കെയർ അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ലുക്ക് ആഫ്റ്റർ യൂസ് ചെയ്യുമ്പം ഹെർ സിസ്റ്റർ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ഹെർ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഹെർ സിസ്റ്റർ, എൽഡർ സിസ്റ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഹെർ സിസ്റ്റർ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ എന്ന് വേണമെങ്കിലും പറയാം. അവളെ ചേച്ചി ശുശ്രൂഷിക്കുകയാണ്. നെക്സ്റ്റ്, ഞാനൊരു കാറ് വാങ്ങാൻ പോവുകയാണ്. ഞാനൊരു കാറ് വാങ്ങാൻ പോവുകയാണ്. ഞാനൊരു ഫോൺ വാങ്ങാൻ പോവുകയാണ്. ഞാനൊരു സൈക്കിൾ വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട്. അപ്പം ഞാനൊരു കാറ് വാങ്ങാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ബൈ എ കാർ. ഐ എം ഗോയിങ് ടു ബൈ എ കാർ. ഞാനൊരു കാറ് വാങ്ങാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ KSRTC-യിൽ യാത്ര ചെയ്യുകയാണ്. അല്ലെ, ഇപ്പോ KSRTC ഒക്കെ ഫ്രീ ആണല്ലോ. അപ്പോ ഞങ്ങൾ KSRTC-യിൽ യാത്ര ചെയ്യുകയാണെന്ന് എങ്ങനെയാ പറയാ? വി ആർ ട്രാവലിംഗ് ബൈ KSRTC ബസ്. അല്ലെ, ബൈ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വി ആർ ട്രാവലിംഗ് ബൈ KSRTC ബസ്. ഞങ്ങൾ KSRTC ബസ്സിൽ
യാത്ര ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു സെന്റൻസ് ഇങ്ങനെ പറയാം, വി ആർ ട്രാവലിംഗ് ഓൺ എ KSRTC ബസ് എന്ന് വേണമെങ്കിലും പറയാട്ടോ. ഓണും ബൈയും നമുക്ക് യൂസ് ചെയ്യാം, കാരണം എന്താ, വലിയൊരു വാഹനമാണല്ലോ അത്. അവർ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അവർ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് എന്നിങ്ങനെ പറയാം. ദേ ആർ സ്റ്റാൻഡിങ് അറ്റ് ദ KSRTC ബസ് സ്റ്റാൻഡ്. ദേ ആർ സ്റ്റാൻഡിങ് അറ്റ് ദ KSRTC ബസ് സ്റ്റാൻഡ്. അറ്റ് നമ്മൾ യൂസ് ചെയ്ത് എന്താണ്, ഒരു കൃത്യ പ്ലേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ദേ ആർ സ്റ്റാൻഡിങ് അറ്റ് ദ KSRTC ബസ് സ്റ്റാൻഡ്. അവർ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഓക്കെ. വിദ്യാർത്ഥികൾ പാലിന് ക്യൂ നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾ പാലിന് വേണ്ടി ക്യൂ നിൽക്കുകയാണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പം ദ സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ ഫോർ മിൽക്ക്. ദ സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ ഫോർ മിൽക്ക്. വിദ്യാർത്ഥികൾ പാലിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അധ്യാപകർ മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അധ്യാപകർ മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പറയാ, ദ ടീച്ചേഴ്സ് ആർ കാത്തിരിക്കുകയാണല്ലോ, വെയിറ്റിംഗ് ഫോർ ദ മീറ്റിംഗ്. ദ ടീച്ചേഴ്സ് ആർ വെയിറ്റിംഗ് ഫോർ ദ മീറ്റിംഗ്. അധ്യാപകർ മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ ഫുട്ബോൾ കളി കാണാൻ TV തുറക്കുകയാണ്. അവൻ ഫുട്ബോൾ കളി കാണാൻ TV തുറക്കുകയാണ്. ഈ TV തുറക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ യൂസ് ചെയ്യുക? ടേൺ ഓൺ ആണ് അല്ലെ. ഫാൻ ഇടുക, ടാപ്പ് തുറക്കുക, ഇതിന് വേണ്ടിയിട്ടൊക്കെ ടേൺ ഓൺ ആണ്. അപ്പം ഇവിടെ പറയുന്നത് ഓൺ ദ സ്പോട്ടിലാണ്, അവൻ തുറക്കുകയാണ് എന്നാണ്. സോ ഹി ഈസ് ടേണിംഗ് ഓൺ ദ TV ടു വാച്ച് ദ ഫുട്ബോൾ മാച്ച് അല്ലേ. അപ്പോൾ വാച്ച് എന്ന് പറയുന്നത് ആ ഒരു ഫുട്ബോൾ കളി ആയതുകൊണ്ടാണ് നമ്മൾ വാച്ച് യൂസ് ചെയ്തത്. ഹി ഈസ് ടേണിംഗ് ഓൺ ദ TV ടു വാച്ച് ദ ഫുട്ബോൾ മാച്ച്. രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്. രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്. പാരന്റ്സ് ആർ പ്രേയിങ് ബിഫോർ ഗോയിങ് ടു വർക്ക്. രക്ഷിതാക്കള് ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ. അവൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പഠിക്കുകയാണെന്ന് പറയുകയാണെങ്കിലും, അവൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പഠിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ he is studying before going to exam എന്ന് പറയാം, അല്ലെങ്കിൽ he is studying before going for exam എന്നും പറയാം കേട്ടോ. ഇവിടെ 2 എക്സാമും 4 എക്സാമും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം. ഓക്കെ. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ്. I'm taking a rest for a while. I'm taking a rest for a while. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ്. അതുപോലെ ഞാൻ കുറച്ച് സമയം പുസ്തകം വായിക്കുകയാണ്. ഞാൻ കുറച്ച് സമയം പുസ്തകം വായിക്കുകയാണ്. I'm reading a book for a while. I'm reading a book for a while. എന്നാൽ അവളും ഞാനും കുറച്ച് സമയം ഫോണിൽ സംസാരിക്കുകയാണ്. എങ്ങനെ പറയാ, ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെന്റൻസുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളതാണ് അല്ലെ. പോവുകയാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണ്, പഠിക്കുകയാണ്, വായിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല സെന്റൻസുകളിലായിട്ടും പല സബ്ജക്റ്റുകളുടെ കൂടെ ആയിട്ടും പല ഓക്സിലറി യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സെന്റൻസുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.